നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടുള്ളത് ഇടുക്കി ജില്ലാസ്ഥാനമായ വാഴത്തോപ്പിലാണ്. വാഴത്തോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാലത്ത് സർക്കാർ ഓഫീസുകളും ജില്ലാ ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അന്ന് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സ്ഥാപിച്ച ക്വാർട്ടേഴ്സുകൾ, നിരവധി ക്വാർട്ടേഴ്സുകളാണ് ഇപ്പോഴും ഇത്തരത്തിൽ ഇവിടെ ഉള്ളത്. എന്നാൽ ഇതിൽ പലതും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമെല്ലാം ഈ കാര്യത്തിന് വേണ്ടി നിരവധി തവണ സർക്കാരിനെയും അതേപോലെ ജില്ലാ ഭരണകൂടത്തെ എല്ലാം സമീപിച്ചെങ്കിലും KSE ബോർഡിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള നടപടികളുണ്ടായില്ല. ഇത് സംബന്ധിച്ചാണ് ഇന്ന് ഞാനെൻ്റെ ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് മുൻ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പറുമായ ശ്രീ KG സത്യൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരാണ്. ഇതേ സംബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ ഇവർ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം. ഈ KSE ബോർഡിൻ്റെ ക്വാർട്ടേഴ്സുകൾ നശിച്ചു കിടക്കുന്നു എന്നുള്ളത് ഈ നിലവിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ KSEBയുടെ കയ്യിലിപ്പിരിക്കുന്ന വാഴത്തോപ്പ് കോളനി ഉൾപ്പെടെയുള്ള ഏറെക്കുറെ 100-101 ഏക്കർ സ്ഥലം, അത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കൈമാറുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള പ്രശ്നം. ഇതിന് യാതൊരു കാര്യവുമില്ലാതെ നിരവധിയായ സാങ്കേതിക തടസ്സങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സന്ദർഭങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. KSEBയിലെ ഉദ്യോഗസ്ഥന്മാരുടെ വെറും സങ്കുചിതമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് KSEBയുടെ ലാൻഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ വനം വകുപ്പിന് 2016 വരെ ഇവർ ലീസ് അടച്ചുകൊണ്ടിരുന്നു. 1980 സംസ്ഥാന ഗവൺമെൻറ് ഒരു ഉത്തരവനുസരിച്ച് ഏറ്റെടുത്ത സ്ഥലത്തിന് ഒരു നിലയ്ക്കും ഇവർ ആർക്കും ലീസ് അടയ്ക്കുന്നതിനോ ലീസ് വാങ്ങുന്നതിനോ വനം വകുപ്പിനോ യാതൊരു അധികാരവുമില്ല. ഈ സ്ഥലം ജില്ലാ പഞ്ചായത്തിന് കൈമാറുന്നതിന് KSEB സമ്മതിക്കുകയും അവർ നഷ്ടപരിഹാരം സ്വീകരിക്കുകയും ചെയ്ത ഈ സ്ഥലത്ത് ഏതെങ്കിലും ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് ആവശ്യമായി നടത്തുമ്പോൾ ഈ KSEBയിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായി ഒരു കാര്യവുമില്ലാതെ അതിനെ തടസ്സപ്പെടുത്തുന്ന വളരെ പ്രതിഷേധാർഹമായ നടപടികൾ അവർ സ്വീകരിച്ചു വരികയാണ്. ഗവൺമെൻറ്റിൻ്റെ ലാൻഡാണിത്, റവന്യൂ ലാൻഡാണിത്. ഇവിടെ ആർക്കും യാതൊരു അധികാരങ്ങളുമില്ല. റവന്യൂ അലോട്ട്മെൻറ്റ് വാങ്ങി KSEBക്ക് ഒരു ഓഫീസ് പണിയണമെങ്കിൽ പോലും ഇപ്പോഴും ഇവരിവിടെ പണിത് വെച്ചിരിക്കുന്ന KSEBയുടെ ഓഫീസ് ഉണ്ടല്ലോ പഴയ ബസ് സ്റ്റാൻഡിൽ, അതുപോലും നിയമപരമായി പരിശോധിച്ചാൽ അനുമതിയില്ലാതെ നിർമ്മിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണമാണ്. അതാണ് നിയമവിരുദ്ധമായ നടപടി. ഇവിടെ തുടർന്ന് ജനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും KSEB വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഇത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെയും അവരുടെ ധാർഷ്ട്യത്തിൻ്റെയും വലിയൊരു ഉദാഹരണമാണ് ഈ KSEB ഇന്ന് ഈ ലാൻഡ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അത് അനുഭവത്തിൽ പറയുകയാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഉദ്യോഗസ്ഥന്മാരോടോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോടോ പ്രത്യേകിച്ച് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു വിരോധം വെച്ച് പറയുകയല്ല, അനുഭവത്തിൽ പറയുകയാണ്. അതിന് പരിഹാരം ഉണ്ടായേ തീരും. ഞാൻ ചെറുതോണി മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി ഒരു വിഷയമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ക്വാർട്ടേഴ്സുകൾ സംരക്ഷിക്കുക, ഈ ഭൂമി കൈമാറുക എന്നുള്ളത്. പക്ഷേ അത് പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും പോരായ്മകൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഭൂമി. ഇലക്ട്രിസിറ്റി ബോർഡിന് ഇത്രയും ഭൂമിയുടെ യാതൊരു ആവശ്യവും ഇവിടെയില്ല. ഒന്നുകിൽ 1 ഏക്കറോ അല്ലെങ്കിൽ 2 ഏക്കറോ ഭൂമി അവർക്ക് സഫീഷ്യൻ്റാണ്. അവർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കുടുംബ സ്വത്താണെന്നുള്ള നിലയിൽ അവർ കാണുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം സംജാതമായിരിക്കുന്നത്. എത്രയോ ആളുകൾ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് താമസിക്കാനായിട്ട് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്വാർട്ടേഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ താമസ സൗകര്യം പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഭൂമി കൈമാറിയാൽ ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾക്കും ഇവിടുത്തെ ജില്ലാ ആസ്ഥാന വികസനത്തിനും ഏറ്റവും യോഗ്യമായ അനുയോജ്യമായിട്ടുള്ള ഭൂമിയായിട്ട് ഇത് മാറും. പക്ഷേ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നിരവധി തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബഹുമാന്യനായ VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അതിനുശേഷം നമ്മുടെ ബഹുമാന്യനായ പിണറായി ആദ്യത്തെ ഗവൺമെൻറ്റിൽ 3 പ്രാവശ്യവും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം കൊടുത്തിരുന്നു.
ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ധാർഷ്ട്യമായിട്ടുള്ള സമീപനം കൊണ്ടാണ് ഈ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്. ഇത് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിൻ്റെ വികസനത്തിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം എന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും അതിൻ്റെ ഒരു പാതയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, അതായത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പൈസ അടച്ചതാണ് ഭൂമി കൈമാറാൻ അവരാവശ്യപ്പെട്ട പൈസ. പക്ഷേ അത് വിട്ടുകൊടുക്കാനായിട്ടുള്ള യാതൊരു നടപടികളും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഈ സ്ഥലം വിട്ടുകിട്ടാനായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റുകളും ഉൾപ്പെടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ, മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിന് മുൻകൈ എടുത്ത് ചെയ്യണം. വളരെ പ്രതീക്ഷയോടുകൂടി മണിയാശാൻ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ സമീപിക്കുകയും നിവേദനം കൊടുക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും എന്നാൽ യൂണിയൻ ബേസിലുള്ള ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അതിനകത്തുനിന്ന് ചേഞ്ചസ് വരുത്തുകയും ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭൂമി വിട്ടുകിട്ടുന്നതും ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾക്ക് നടത്താനുള്ള ഗവൺമെൻറ്റിന് അതിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ജില്ലാ ആസ്ഥാനത്തെ ഒരു പരിധിവരെയുള്ള ഭൂമി പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ വിഷയം പരിഹരിക്കുന്നതിലൂടെ മാറ്റാനായിട്ട് കഴിയും. അതിന് ഒന്നിച്ചു നിന്ന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വന്നപ്പോൾ വിവിധ തലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇന്നിവിടെ ലോഡ്ജുകളിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മണിയാശൻ മന്ത്രിയായിരുന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഇടുക്കിക്കാർക്ക്. നിരവധി പോരാട്ടങ്ങൾ ഇതിനുവേണ്ടി നടത്തിയ ഒരാളെന്ന നിലയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാം? മണിയാശാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് കണ്ടത്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോരായ്മ എന്ന് പറയുന്നത് ഭൂമി ഇല്ല എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇവിടെയുള്ള നിരവധി ഓഫീസുകൾ നിലവിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വളരെയധികം സാധ്യതയുള്ള ഈ പ്രദേശത്ത് ഇവിടെ താമസ സൗകര്യം ഇല്ല എന്നുള്ളത് വളരെയധികം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഈ ഭൂമി ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഇവിടുത്തെ നിരവധിയായിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ പൊളിഞ്ഞു പോകുന്നു. ആ ക്വാർട്ടേഴ്സുകളുടെ കട്ടിള ജനൽ അടക്കം ആളുകൾ പൊളിച്ചുകൊണ്ടു പോകുന്നു. ഇപ്പോൾ വന്യമൃഗങ്ങൾ കയറിക്കിടക്കുന്നതിന് ഉള്ള സാഹചര്യം മാത്രമാണ് ഈ ക്വാർട്ടേഴ്സിലുള്ളത്. ഈ ക്വാർട്ടേഴ്സെല്ലാം നവീകരിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അത് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പല ഓഫീസുകളും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനത്തെ താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അതിന് പരിഹാരമുണ്ടാക്കുകയും ഇലക്ട്രിസിറ്റി ബോർഡിനും ഗവൺമെൻറ്റിനും ഒക്കെ വരുമാനമൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ നിറം മറന്നുകൊണ്ട് ഈ ജില്ലാ ആസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത് വിട്ടുകിട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം. നിയമപരമായിട്ടുള്ള വഴികളും അതിന് ആരായണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. KC ബോർഡിൻ്റെ വളരെ ധിക്കാരപരമായ നിലപാട് മൂലമാണ് വാഴത്തോപ്പ് പോലെയുള്ള നമ്മുടെ ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മങ്ങലേറ്റിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, ജില്ലാ ആസ്ഥാനത്തേക്ക് ധാരാളം ഓഫീസുകൾ കൊണ്ടുവരുമ്പോൾ സ്ഥലപരിമിതി മൂലം പല ഓഫീസുകളും ജില്ലയിൽ തൊടുപുഴയിലും മറ്റ് പ്രദേശത്തേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് കണ്ടാൽ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കറിയാം ധാരാളം ക്വാർട്ടേഴ്സുകളാണ് മോശാവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ഇത് മുഴുവൻ KC ബോർഡിൻ്റെ സ്വന്തമാണെങ്കിൽ KC ബോർഡ് അത് ഏറ്റെടുത്തുകൊണ്ട് മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഓഫീസുകൾക്കും KC ബോർഡിൻ്റെ ഹൈഡൽ ടൂറിസത്തിൻ്റെയൊക്കെ ഭാഗമായി ടൂറിസത്തിന് ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്ന തരത്തിൽ പോലും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിനൊക്കെ ധാരാളം ആളുകൾ ജില്ലയുടെ പുറത്തുനിന്നും കേരളത്തിന് പുറത്തുനിന്നൊക്കെ എത്താൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഈ തമ്മിലടി മാറ്റി നിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ വികസനമായി കാണണമെന്നും ഇതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു നിലപാടെടുക്കണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ഒരു കാരണവശാലും ഈ നാട്ടിലെ ജനത്തിന് പ്രയോജനപ്പെടരുതെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ഈ നാട്ടുകാരല്ല, മറ്റ് പ്രദേശത്ത് നിന്ന് ഇവിടെ വന്നിരിക്കുന്ന പല ആളുകളുടെയും കൂട്ടത്തിൽ ചില രാഷ്ട്രീയ നേതൃത്വങ്ങളെ കൂട്ടുനിന്നുകൊണ്ടാണ് ഇത്രയും ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണം. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രദേശത്തിൻ്റെ വികസനം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ എതിർക്കുകയും ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ബോർഡിന് അത്യാവശ്യമുള്ള സ്ഥലം മാത്രം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുക്കണം. സർക്കാരിനെടുത്തിട്ട് രണ്ട് സർക്കാരില്ലല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡ് പ്രത്യേക സർക്കാരൊന്നുമല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്.
അത്രയും സ്ഥലങ്ങൾ ഇവർ കൈയടക്കി വെച്ചേക്കുന്നത് ഇവിടെ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ്. നമുക്കിവിടെ അറിയാം വികസനവും കെട്ടിടങ്ങളും ആവശ്യത്തിന് ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. ഇനിയാണെങ്കിലും 50 വർഷം കഴിഞ്ഞ കളക്ടറേറ്റ് ബിൽഡിംഗ് പുതിയത് പണിയണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഇവിടെ ഈ ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ്. ചില ലോബികൾ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതിവിടെ ഉണ്ട്. ലോകത്ത് ഒരേ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു ജില്ല ലോകത്ത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ഥലമേ ഉള്ളൂ, ഒരു ജില്ലയേ ഉള്ളൂ. ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന നിലയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത്. നമുക്കറിയാം ഒരു 30 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം ഇതുവരെ ഒരു ബസ് പോലും കയറ്റിയിടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുമെന്ന് ഇവിടെ മുമ്പേ സൂചിപ്പിച്ച് ടൂറിസ്റ്റുകൾക്ക് ഒത്തിരി ഉണ്ട്. നമുക്ക് ടൂറിസം മേഖല എന്നൊരു പോയിന്റ് ഇല്ലാത്ത ഒരേ ഒരു 2 ആർച്ച് ഡാം ഉൾപ്പെടെയുള്ള ഡാമുകളുള്ളപ്പം ഈ KSEBയുടെ ഈ ടൂറിസം ഹൈഡൽ ടൂറിസം ഒക്കെ ഇവിടെ നടക്കുന്ന സമയത്തും ടൂറിസം പോയിന്റ് പോലും ഇല്ലാത്ത ഒരു ജില്ലാസ്ഥാനം ഇതാണ്. എവിടുന്നൊക്കെയോ നാടും കൂടും വിട്ട് വന്ന് ഇടുക്കി ജില്ലാ സ്ഥാനത്ത് ചേക്കേറിയവരാ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഇതെല്ലാം തലതൊട്ടപ്പനാകാൻ വേണ്ടി ചിലവർ കൊണ്ടുതാനും രാഷ്ട്രീയത്തിൽ. കാരണം ഞാൻ ആണ് നിർമ്മിച്ചാലേ ഇതെല്ലാം ഇവിടെ നടക്കുകയുള്ളൂ, ഞാൻ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ എന്നുള്ളത് ധാർഷ്ട്യ ജില്ലാസ്ഥാനത്തിൻ്റെ ശാപം. ഞങ്ങൾ ജനങ്ങളൊപ്പം ഉണ്ട്. ഈ ജില്ലാസ്ഥാന മേഖലയിൽ ആരിറങ്ങിത്തിരിക്കുന്നു ഇതിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ, ചങ്കുറപ്പോടുകൂടി നിൽക്കാൻ ഞങ്ങളെല്ലാവരും നാട്ടുകാരുണ്ടാവും. നിരവധി ഈ സാമൂഹ്യ വിഷയങ്ങളുമായിട്ട് പോരാട്ടം നടത്തുന്ന ഒരാളാണ്. ഇക്കാര്യത്തിലുള്ള ഒരു മറുപടി എന്താണ്? ഇത് നമുക്കറിയാം 1960 ഫോറസ്റ്റ് ലാൻഡ് പാട്ടത്തിന് KSEB നൽകിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് KSEB ഒരു സ്വതന്ത്ര രീതിയിലുള്ള ഭൂമിയാക്കി മാറ്റാൻ ഉള്ള നടപടിയിൽ നാളിതുവരെ ആർക്കും ആയിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ്. ഇപ്പോഴും KSEB അവരുടെ ലാൻഡാണെന്ന് പറയുന്നത്. അതിൽ അവസാനമായി ഈ കഴിഞ്ഞ ദിവസവും കൂടി ഇതിൻ്റെ സർവേ നടന്നിട്ടുണ്ട്. ആ സർവേ നടക്കുന്നതിൽ നിന്ന് KSEBക്ക് കൊടുക്കാവുന്നതും അതേ കണക്ക് തന്നെ KSEBയിൽ നിന്ന് തിരിച്ചെടുക്കാവുന്നു എന്നുള്ള നിലയിൽ ഞങ്ങളൊരു കേസ് ഇട്ടു 2018. അപ്പോൾ അത് കേരള ഹൈക്കോടതിയിലിട്ടേക്കുന്ന ആ കേസിൽ അവർ നമ്മളോട് ഇതിൻ്റെ റെക്കോർഡിക്കലിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന റെക്കോർഡ് യഥാർത്ഥത്തിൽ കൊണ്ട് കൊടുക്കുകയും അതിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കൂടെയുള്ള അഡ്വക്കേറ്റ് അടക്കം പറഞ്ഞു ഇതിന് ഈ വിഷയങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള നിലയിൽ നിൽക്കുകയും വീണ്ടും കേസിൽ ദീർഘദൂരം വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്ത് തന്നെ ഇവിടുന്ന് ഇപ്പം ഇവരും പബ്ലിക്കുമായിട്ടുള്ള ഇതിൽ അവർ വന്നപ്പം ഞങ്ങൾക്ക് കോടതിയിൽ അവർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് IBയും 8 ക്വാർട്ടേഴ്സും മതി എന്നാണ് KSEB ഡിമാൻഡ് ചെയ്തേക്കുന്നത്. 108 ഏക്കർ ഭൂമിയാണ് മൊത്തത്തിലുള്ളത്, 42.2 ഹെക്ടർ. അപ്പം ഈ ലാൻഡ് അവർക്ക് വേണമെന്ന് വേണ്ട എന്ന് പറയുമ്പോൾ പോലും ഓട്ടോമാറ്റിക്കലി നിലനിന്ന് കിട്ടും. കാരണം മൂന്നാറിൽ 8 വില്ലേജിൽ ആദ്യം നടപ്പാക്കിയ ലാൻഡ് ഉപയോഗ രീതിയുടെ പട്ടികയിൽ ഈ വനഭൂമിയും പെടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിസ്റ്റം ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ലാൻഡ് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും എടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സെൻട്രലി ആദ്യം പറഞ്ഞ തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് കൈയൊഴിയാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ നീങ്ങണം. ആ നടപടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് ഇതാണ്. ഞാൻ എന്നും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇടുക്കിയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അവിടെ വെക്കുന്നതിനേക്കാൾ നല്ലത് ഈ ലാൻഡിൽ വരികയായിരുന്നു. കാരണം ഈ ലാൻഡ് നമ്മുടെ ഇത് കൊണ്ട് ആയുർവേദ ആശുപത്രി ഇരിക്കുന്ന അവിടുന്ന് റോഡ് 12 മീറ്റർ വീതിയിൽ ഈ യൂണിയൻ ബാങ്കിൻ്റെ ഇതിൽ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഇതിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്താൽ സുലൈമാൻ റാവുത്തർ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് തറക്കല്ലിട്ടതാണ്. ഈ ആദ്യം ഇവിടെ സൂചിപ്പിച്ച കണക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത് അതെല്ലാം പറിച്ചു മാറ്റി അങ്ങ് പോവുകയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇവിടെ ഇത് വരണമെങ്കിൽ നമുക്ക് ഈ ലാൻഡ് ഏറ്റെടുക്കപ്പെടണം. ഈ ലാൻഡ് ഏറ്റെടുക്കപ്പെടുന്നുവെങ്കിൽ ഈ 108 ഏക്കറിൽ ഇവർക്ക് കൊടുക്കേണ്ട 8 ഹെക്ടർ ഭൂമി അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കി വരുന്ന മുഴുവൻ ഭൂമി ഇവിടെ കിട്ടണം. ഇവിടെ കിട്ടുമ്പം നമ്മൾ ആദ്യം മുമ്പോട്ട് വെക്കണം മെഡിക്കൽ കോളേജിൻ്റെ സെക്കൻഡറി ഡെവലപ്മെൻറ്റ്സ്, റവന്യൂവിൻ്റെ ടവർ സെക്കൻഡറി ഇങ്ങോട്ട് വരണം. അതേ കണക്ക് തന്നെ താലൂക്ക് ഓഫീസ് അടക്കമുള്ള ഓഫീസുകളുടെ ഒരു ഫങ്ഷനിങ് സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള അർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും അതിനുവേണ്ടി ആക്ട് ചെയ്യുന്നൊരു ജനങ്ങളും ജനപ്രതിനിധികളുമായി മാറുന്നൊരവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ഈ ലാൻഡിനെ കൊണ്ടുള്ള ഉപയോഗം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവരിപ്പോൾ കാട് പിടിപ്പിച്ച് കണക്ക് കിടക്കുകയുള്ളൂ. ഈ സർവേയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങൾ ആദ്യം ഇതിനു വേണ്ടി ജനശക്തിയും സിറ്റിസൺ ഫോർ ഇന്ത്യ കണ്ട് ചേർന്ന് പ്രകടനവും പ്രതിഷേധവും നടത്തിയതിന് ശേഷമാണ് ഈ കേസിന് പോകുന്നത്. അതിൻ്റെ വിധിയോടെ കൂടി അറിയുന്നതിന് മുമ്പ് തന്നെ ഈ സീസണിൽ തന്നെ ഞങ്ങൾ അതിനെ വേറൊരു രൂപം കൊണ്ട് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ലാൻഡ് തിരിച്ച് കയ്യേറാൻ പറ്റുമെന്നുള്ള നിലയിൽ പോലും നമ്മൾ ആലോചിക്കാതിരിക്കുന്നില്ല. കാരണം ഇല്ലെങ്കിൽ ഇത് കൈവിട്ട് പോവുകയാണ്. ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ച കണക്ക് റവന്യൂവിൻ്റെ പട്ടികയിലല്ല നിൽക്കുന്നത്, വന സെക്ടറിൻ്റെ പട്ടികയിലാണ് നിൽക്കുന്നത്. അവരിപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ കണക്ക് തന്നെ പാട്ടം അടച്ചുകൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇതിനെ തടയണം, തടഞ്ഞുകൊണ്ടേ ഇതിന് പരിഹാരമാവുള്ളൂ, ഇല്ലെങ്കിൽ റെമഡി ഇല്ലാതെ പോകുമെന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, രഞ്ജിത്ത്. കാരണം ഒരു സ്ത്രീ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് WCC അടക്കം ഒന്നുകൂടി അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ, WCCയുമായി കുറച്ചുകൂടി ഒരു പാലം ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയെ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരു നിലപാട് എത്തി നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒന്നും ഇനി ഇവർക്ക് ആവശ്യമില്ല. നിങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ആ ക്വാർട്ടേഴ്സ് ആവശ്യമില്ല അവർക്ക്. എന്ന് പറഞ്ഞാൽ ഇനി ആ ബോർഡിന് ആ പദ്ധതി കഴിഞ്ഞതോടുകൂടി ഈ ഭൂമിയുടെ ഒരാവശ്യമില്ല. പിന്നെ നമ്മുടെ കോടതിയുടെ ഒരു കുയിലുമല ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലം എടുത്തിരിക്കുന്നത് പറഞ്ഞത് അങ്ങ് കുയിലുമല കാട്ടില്ല. അതുപോലെ കളക്ടറിന് 2ാം ഘട്ടം, അതൊക്കെ ഇവിടെ വരേണ്ട സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതിയായിട്ട് പ്രതിക്ഷോഭങ്ങളോ വേറെ ഒന്നുമില്ലാതെ ഓഫീസുകൾ, വിവിധങ്ങളായ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിച്ച് ഇടുക്കിയുടെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമായത്. അപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ആ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തുകാരല്ല. അതായത് ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ചില ആൾക്കാരുടെ ഇടപെടിയിൽ എന്നാൽ എനിക്ക് നേരിട്ട് ബോധ്യമുണ്ടത്, ആ ഇടപെടിയിൽ തന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിനൊരു ഉദ്യോഗസ്ഥ ലേവിയുടെ ഒരു പ്രവർത്തനമാണ് ഈ നിലയിൽ ഇത് കാണാനുള്ള സാധനം. അവരത് സ്വയം മനസ്സിലാക്കി, അവർക്കിനി ഭൂമിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ സ്വയം മനസ്സിലാക്കി അത് എന്തെങ്കിലും പുരോഗമന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിന് അതുപോലുള്ള ആവശ്യങ്ങൾ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഭൂമി ഏറ്റെടുത്ത് ബാക്കി വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ശക്തമായ ജനപ്രക്ഷോഭമൊക്കെ ഉണ്ടാകും. ഇവിടുന്ന് പോകുന്ന ജില്ലാ പഞ്ചായത്തിലേക്കായാലും ബ്ലോക്കിലേക്കായാലും ഇനി ഇപ്പോൾ പഞ്ചായത്തിലേക്കാകുന്ന ജനപ്രതിനിധികളെല്ലാം കൂടി നാട്ടുകാരെല്ലാം കൂടി ശക്തമായൊരു സമരത്തിലേക്ക് വരും. കാരണം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ല ഉണ്ടായിട്ട് ഇത്ര നാളുകളായി. ഇന്ന് വരെയും പുരോഗമനത്തിൻ്റെ 5ഓ 6ഓ ചെറിയ വ്യക്തികളുടെ പ്രസ്ഥാനങ്ങളല്ലാതെ വേറെ വലിയ പുരോഗമനത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത, ബാക്കി ഇതര ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ എത്തിപ്പെടാൻ പറ്റാത്തൊരു ജില്ലയായി ഇടുക്കി കിടക്കുന്നതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് KSEB പണ്ട് ഏറ്റെടുത്ത ഈ ഭൂമി. ഏറ്റെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭൂമി അവർ ഏറ്റെടുത്ത് ബാക്കി കുറേ അധികം ഭൂമി അവരുടെ കശിയിലാക്കി. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞാൽ പാമ്പളയിലുണ്ടായിരുന്ന ക്വാർട്ടേഴ്സുകളെല്ലാം അവർ പൊളിച്ചു മാറ്റി. അവർക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നിലവിൽ അത് ബാക്കിയെല്ലാം അവർ വിട്രോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മാത്രമാണ് അവർ സർവാധിപത്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി ഈ മഞ്ചിക്കവല ഇവിടെ മാത്രം. ഇപ്പോൾ അവർ ആധിപത്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളാണ്. ഇത് അങ്ങോട്ട് നോക്കുക, ആ ക്വാർട്ടേഴ്സ് വർക്ക് നോക്കൂ. അതൊന്നും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അവർ തന്നെ അത് മനസ്സിലാക്കി ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള, ഇടുക്കിക്കാർക്ക് ഉപകാരപ്രദമാക്കി ഈ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണേലും എല്ലാ മേഖലയിൽ നിന്നും ഉയരുന്ന അഭിപ്രായം ഒന്ന് തന്നെയാണ്, ഇതിനൊരു പരിഹാരം വേണം. എന്താണ് നമുക്കതിന് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു പരിഹാരം ഒരു അന്തിമഘട്ടത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം അതിൻ്റെ നാൾവഴികളായിരുന്നു. അന്തിമഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് KSEBയും ജില്ലാ പഞ്ചായത്തും തമ്മിലുള്ള അതോ അല്ലെങ്കിൽ അവർ ഭൂമി ഏറ്റെടുക്കേണ്ടതോ ആയിട്ടുള്ള വിഷയങ്ങൾ പരസ്പരം പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയായിട്ടുണ്ട്. ഈ 13 ഏക്കർ സ്ഥലം KSEBയ്ക്കും ബാക്കിയുള്ള സ്ഥലം ജില്ലാ പഞ്ചായത്തിനും എന്നുള്ള നിലയിൽ അത് വിട്ടുതരേണ്ടത് ഹൈപ്പവർ കമ്മിറ്റിയുടെ ഒരു യോഗമാണ്. ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ യോഗത്തിലാണ് വനം വകുപ്പ് സെക്രട്ടറി അനാവശ്യമായൊരു തടസ്സവാദം ഉന്നയിച്ചത്. കേന്ദ്ര വനം നിയമത്തിൻ്റെ പരിധി വരുന്നതാണ്, നിങ്ങൾ പരിവേഷത്തിൽ അപേക്ഷ വെക്കണം എന്നൊക്കെ ഉള്ളൊരു നിലയിൽ പറഞ്ഞു. ഞങ്ങളത് സംബന്ധിച്ച് പരിശോധിച്ചു. അതനുസരിച്ച് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി ഈ അന്നത്തെ ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ പരിവേഷത്തിൽ അപേക്ഷ കൊടുക്കണം എന്നുള്ള തീരുമാനം നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് ഇത് എടുത്തിട്ടുള്ള ഉത്തരവുകളുടെയും നിലവിലുള്ള സ്റ്റാറ്റസും അനുസരിച്ച് നിയമവിരുദ്ധമാണ്
എന്ന് നമ്മൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം മെഡിക്കൽ കോളേജിന് 50 ഏക്കർ സ്ഥലം കൊടുക്കുമ്പോൾ എടുത്ത ഒരു നിലപാട്, പിന്നെ ചീഫ് സെക്രട്ടറി ലെവലിലെടുത്ത ഒരു നിലപാട് ഈ മൊത്തം സ്ഥലത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിളായിട്ട് വരും. അതുകൊണ്ട് വനം പരിസ്ഥിതി നിയമത്തിൻ്റെ പരിധിയിലേക്ക് ഇത് വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. നിയമപരമായി യാതൊരു സാധ്യതകളും ഇല്ലാത്ത ഒരു അവകാശവാദമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അടുത്ത ഹൈപ്പവർ കമ്മിറ്റി മീറ്റിങ്ങിൽ വെച്ച് ഈ സ്ഥലം ജില്ലാ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള നടപടി പൂർത്തിയാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാം പങ്കുവെച്ച നിരവധിയായ വികാരങ്ങളുണ്ട്. അതെല്ലാം വസ്തുതാപരമാണ്, സത്യമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് KSEB നടത്തിയിരിക്കുന്നത് അനധികൃത നിർമ്മാണമാണെന്ന് പറഞ്ഞാൽ KSEB വനം വകുപ്പിന് ലീസ് അടയ്ക്കുന്ന ലാൻഡാണ്. 2016 വരെയാണ് അടച്ചിട്ടുള്ളത്. 2016 ഈ തീരുമാനം ഉണ്ടായി. ജില്ലാ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ച് ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ KSEBക്ക് അടച്ച ആ ഒരു നടപടിക്ക് ശേഷമാണ് ഇവർ പിന്നെ ലീസ് അടയ്ക്കാത്തത്. അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ലീസ് ലാൻഡിൽ ഒരാൾക്കൊരു കെട്ടിടം പണിയാൻ പറ്റത്തില്ല. അത് ഗവൺമെൻറ്റിന് പണിയാൻ പറ്റില്ല, ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പണിയാൻ പറ്റില്ല, വ്യക്തികൾക്ക് പണിയാൻ പറ്റില്ല. വനം വകുപ്പിന് ലീസ് അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവർ പെർമനൻ്റ് ആയിട്ടുള്ള 2 കെട്ടിടങ്ങൾ പണിതു. ഒന്ന് ഇവിടെ പണിതിട്ടുള്ള ആഫീസ്, അത് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പോലുമല്ല, അത് ലോവർ പെരിയാറിന് മേയർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് കോട്ടയം അതിന് വേണ്ടിയിട്ടാണ്. ഈ വാഴത്തോപ്പിലെ ഇലക്ട്രിസിറ്റി ഈ മേജർ സെക്ഷന് വേണ്ടിയിട്ടോ ഇവിടുത്തെ ഏതെങ്കിലും നിയന്ത്രണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അപ്പം ഇതൊരു ലോബി എന്നുള്ള നിലയിൽ ഒരു ലോബി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം കോട്ടയത്തെ ഓഫീസുകൾ നിയന്ത്രിക്കുന്നതിന് ഇടുക്കി കൊണ്ടുവന്ന ഒരു പെർമനൻറ്റ് കെട്ടിടം പണിയുക, അത് ഫോറസ്റ്റിന് ലീസ് അടയ്ക്കുന്ന സ്ഥലത്ത് തങ്ങളുടെ സ്ഥലമാണെന്നുള്ള നിലയിൽ പണം മുടക്കി പണിയുക എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ കൊലുമ്പൻ ഭവൻ അവരവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പണിതിരിക്കുന്നു. അവർക്ക് എന്ത് റൈറ്റാണ് ഈ സ്ഥലത്തിനകത്തുള്ളത്? ഇതുവരെ ഗവൺമെൻറ് അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. ഈ സെറ്റിൽമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ കയ്യിലോട്ട് ചെന്നിട്ടില്ല. അപ്പോൾ ഈ KSEBയെ നിയന്ത്രിക്കുന്നതും ഈ സ്ഥലമെല്ലാം അനാവശ്യമായി കൈയടക്കി വെക്കുന്നതിനും ഉള്ള ഒരു അദൃശ്യമായ ഒരു ശക്തി, അല്ലെങ്കിൽ KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരക്കേട് ഈ കാര്യത്തിൽ ഇതിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. എന്തായാലും KSEBയും ജില്ലാ പഞ്ചായത്തും തമ്മിൽ ഏതൊക്കെ ഭൂമി കൈമാറണം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്തിമമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഇവർ നടത്തുന്ന ഈ അനാവശ്യമായ തടസ്സവാദങ്ങളെ സംബന്ധിച്ചും ഇവിടെ ഈ ക്യാമ്പിലെ അതുപോലെ തന്നെ അതുമായി നിയന്ത്രിക്കുന്ന AXC തുടങ്ങിയിട്ടുള്ള ഏറ്റവും താഴെയുള്ള ചില ഓഫീസർമാർ ഞങ്ങളാണിതെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള ഭാവത്തോടു കൂടി നാട്ടിലെ ജനങ്ങൾക്ക് മേൽ കുതിര കയറാൻ വരുന്നത് ഒക്കെ അവസാനം നാട്ടിലുള്ള ജനങ്ങൾ ഇടപെടുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇവിടെ പങ്കുവച്ചതുപോലെ മണിയാശാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലയളവിലും റോഷി അഗസ്റ്റിൻ മന്ത്രിയും MLAയും ആയിരുന്ന കാലയളവിലുമെല്ലാം ഇത് മാറുന്നതിന് വേണ്ടി അഹോരാത്രമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി, ഞാൻ രാഷ്ട്രീയമായി പറയുകയല്ല, കഴിഞ്ഞ ഭരണസമിതി കോച്ച് ടീച്ചർ പ്രസിഡൻ്റായിരുന്നു. അവർ UDFൻ്റെ ഭരണസമിതിയായിരുന്നു. അവരൊന്നും ചെയ്തില്ല, ഞങ്ങളാ ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ആ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ് പിന്നെ 30 ലക്ഷം രൂപ അടച്ചത്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ജനങ്ങളും ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായി ഇത്തരം തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതിന് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതിലേക്ക് ഈ കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ന്യൂസ് 18 ഏതായാലും ഇത് വളരെ സങ്കീർണമായതും എന്നാൽ വെറും ഒരു ലളിതമായ ഒരു ഉത്തരവ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണിപ്പോൾ. അവസാനത്തെ നടപടിക്രമം അനുസരിച്ച് ന്യൂസ് 18 ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് 18 എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. പിന്നെ പരാമർശിച്ച 2 കാര്യങ്ങൾ, ഒന്നിപ്പം ഇവർ പറഞ്ഞത് ശരിയാണ്. താലൂക്ക് ഓഫീസ് ഇവിടെ പണിയാനായിട്ട് മുൻപത്തെ കളക്ടർ ദിനേശൻ സാർ ഇരുന്നപ്പോൾ തന്നെ സ്ഥലമൊക്കെ കണ്ടെത്തിയതാണ്. അത് ഇങ്ങനെ തടസ്സങ്ങൾ നീണ്ടുപോകുന്നു എന്ന് കണ്ടതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് തന്നെ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരു 3 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ടെൻഡർ ചെയ്തു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് സംബന്ധിച്ചൊരു പരാമർശം ഇവിടെ വന്നു. അതും വളരെ ശരിയാണ്. ഞാൻ 2000-2005 ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ അന്ന് മന്ത്രി ചെർക്കള അബ്ദുള്ളയായിരുന്നു. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇടുക്കി ഡെവലപ്മെൻറ്റ് അതോറിറ്റി തന്നെ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പണിയണമെന്നും പറഞ്ഞ് അദ്ദേഹം
കിൻഫ്രയെ പ്ലാന് തയ്യാറാക്കാനൊക്കെ ഏൽപ്പിച്ചു. 9 കോടി രൂപയുടെ പദ്ധതിയൊക്കെ അംഗീകരിച്ചു. അത് മുതൽ ഇങ്ങോട്ട് വന്ന് ഇതുവരെ എത്തി നിൽക്കുമ്പം അതൊരു ഫൈനൽ സ്റ്റേജിലാണ്. അതൊരു 22-ാം തീയതി RTO ബോർഡ് മീറ്റിങ്ങിൽ അതിന് അംഗീകാരം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്ത് വെള്ളിയാഴ്ച ചിങ്ങം 1-ാം തീയതി അതിൻ്റെ തലേന്ന് അപേക്ഷ നൽകിയിട്ടുണ്ട്. 16-ാം തീയതി RTO ബോർഡിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. 22-ാം തീയതി അജണ്ടയിലോട്ട് വരും. അത് അംഗീകരിക്കും. അവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതോടുകൂടി ബസ് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യും. നിലവിലുള്ള സൗകര്യങ്ങളോടുകൂടി കൂടുതൽ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി അത് നിലവിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ജില്ലാസ്ഥാനം എന്നുള്ള ഒരു അപഖ്യാതി മാറ്റി നമ്മൾ വളരെ അഭിമാനപൂർവ്വം കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട്. ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം വളരെ വലിയ നിലയിലുള്ള ഇടപെടലുകൾ നിരന്തരമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയും ഒക്കെ കണ്ടും ഒക്കെ ഇതിനുവേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വികസന വിഷയങ്ങളിൽ ഇവിടെ രാഷ്ട്രീയമില്ല. ഇവിടെ ഉയർന്നു വന്ന എല്ലാ അഭിപ്രായങ്ങളും ഇടുക്കി ജില്ലാസ്ഥാനത്തെ KC ബോർഡിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പുനർചിന്തിക്കണം. അതേപോലെ ഇവിടുത്തെ നശിച്ചു കിടക്കുന്ന കെട്ടിടങ്ങൾ എല്ലാം പുനരുദ്ധരിക്കണം. ഇതെല്ലാം മാറ്റണം എന്നുള്ള ഏക അഭിപ്രായമാണ് ഇവിടുത്തെ വിവിധ കക്ഷികളും പൊതുപ്രവർത്തകരും ഇവിടെ ഉന്നയിച്ചത്. എന്തായാലും ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയങ്ങളുമായി വീണ്ടും കാണാം.